ഈ റാക്കിലേക്ക് നിരത്തി വെക്കുന്നത് ഇത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് കേക്കിന്റെ നടുക്ക് കൂടി കമ്പി തുരന്ന് അങ്ങോട്ട് പോവുക. വളരെ ഫാസ്റ്റ് വേഗതയിലാണ് അത് വീണുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ ഒരേ സമയം 4 കേക്ക് ഉള്ളിലേക്ക് കയറ്റി വെക്കാൻ പറ്റും. വെറും പൗഡർ അല്ല, അതിന്റെ കൂടെ ഒരു ദ്രാവകം ഉപയോഗിക്കുന്നു. ഇത് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ഇത് നല്ല പുട്ടുപൊടിയാക്കി. F0 എന്ന് വന്നിരിക്കുന്ന കണ്ണൂർ ജില്ലയിൽ പാപ്പരശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നിട്ടുള്ളത് സ്റ്റീൽ ടെക് എന്ന് പറഞ്ഞൊരു കമ്പനിയിലാണ്. ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കാണിക്കാൻ പോകുന്നത് വെൽഡിംഗ് റാഡ് ചെയ്തെടുക്കുന്ന ഒരു കമ്പനിയാണ് കേട്ടോ. ഞാൻ പല സ്ഥലത്തും അന്വേഷിച്ച ഒരു പ്രോഡക്റ്റ് ആണിത്. ഇത് ഇതേപോലത്തെ ഒരു വയറുണ്ടല്ലോ, ഒരു കമ്പി ഉണ്ടല്ലോ, ഈ കമ്പീൻ്റെ മുകളിൽ ഇതേപോലെ കോട്ട് ചെയ്തിട്ട് നമുക്ക് വെൽഡ് ചെയ്യാനുള്ള കോട്ടിങ് ചെയ്തിട്ടാണ് ഈ ഒരു കമ്പനിയിൽ നിന്ന് ഈ ഒരു പ്രോഡക്റ്റ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പവർ ആർക്ക് എന്നാണ് ഈ ഒരു ബ്രാൻഡ് നെയിം വരുന്നത്, ഈ ഒരു പ്രോഡക്റ്റിന്റെ ബ്രാൻഡ് നെയിം വരുന്നത്. എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത്? വളരെ ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് കാണാം. നേരെ കമ്പനിക്കകത്തേക്ക്. സ്റ്റീൽ ടെക് കമ്പനിയുടെ പാർട്ട്നേഴ്സിൽ ഒരാളായിട്ടുള്ള ലിജേഷ് ആണ് ഇപ്പം മുന്നിലുള്ളത്. ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം എത്ര വർഷമായി? 9 വർഷമായി ഈ കമ്പനി തുടങ്ങിയിട്ട്. 9 വർഷം മുന്നേ തുടങ്ങിയ കമ്പനിയാണ്. ഓക്കെ, ഈ ഒരു കമ്പനി തുടങ്ങാനുള്ള ഒരു കാരണം എന്തായിരുന്നു? അതായത് കേരളത്തിൽ കൂടുതലും വെൽഡിംഗ് റോഡ് വരുന്നത് കർണാടക തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ്. ഓക്കെ, അപ്പോൾ അതിനേക്കാളും കൂടുതൽ ക്വാളിറ്റിയുള്ള ഒരു സാധനം ഇവിടെ തന്നെ നമുക്ക് ഉണ്ടാക്കിയാൽ സെയിൽ ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളൊരു തോന്നൽ. അങ്ങനെ നമുക്ക് ഈ കമ്പനി തുടങ്ങാനുള്ള ഒരു പ്രചോദനം ഉണ്ട്. തമിഴ്നാടിനാണ് കൂടുതൽ നമ്മുടെ കേരളത്തിലേക്ക് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് അല്ലേ? അതെ. ഓക്കെ, അതേ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനേക്കാളും നല്ല ക്വാളിറ്റിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തത്. ഇനി എനിക്കറിയേണ്ടത് ഇതിന്റെ പ്രൊഡക്ഷൻ രീതി എങ്ങനെയാണ് നിങ്ങൾ ഈ പ്രോസസ് ഒക്കെ ചെയ്തെടുക്കുന്നത് എന്നുള്ള ഒരു കാഴ്ചയാണ്. നമുക്ക് അതിലേക്ക് കടക്കാം. ഇവിടെ നമ്മൾ റോ മെറ്റീരിയൽ എന്ന് പറയുന്ന കുറച്ച് മിനറൽസ് പൗഡറുകളാണ്, അതായത് ഭൂമിയിൽ നിന്നുള്ള കുഴിച്ചെടുക്കുന്ന പൗഡറുകളാണ് ഉപയോഗിക്കുന്നത്. 12ഓളം പൗഡർ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്. ഈ 12 പൗഡർ നമ്മളൊരു മെഷീനിലേക്ക് ഇടുക, അതായത് ഡ്രൈ മിക്സറാണത്. അപ്പൊ ഈ മെഷീനിലേക്ക് ഇടുന്നതിന് മുന്നേ ഈ 12 ഒരേ അളവിലാണോ നിങ്ങൾ ഇടുന്നത്? അല്ല, 12 വ്യത്യസ്തമായ അളവിലിടുക. അതായത് നമ്മുടെ ഫോർമുലക്ക് അനുസരിച്ചിട്ടാണ് ഓരോ പൗഡർ ഓരോ അളവിലായിരിക്കും. ആ കൃത്യമായ അളവിലുണ്ടെങ്കിൽ നമുക്ക് ആ കൃത്യമായ ഫോർമുല കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇതിന്റെ ക്വാളിറ്റി നിങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ടോ? വന്ന എല്ലാ പൗഡറും ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ മെഷീനിലേക്ക് ഇടുന്നത്. ക്വാളിറ്റി ഏതെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നമ്മൾ റിട്ടേൺ അയക്കും. ക്വാളിറ്റിയിൽ പ്രശ്നം വന്നാൽ പ്രോഡക്റ്റിനെ അത് കാണിക്കും. എന്തെങ്കിലും ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ക്വാളിറ്റി കുറഞ്ഞ പൗഡർ ഉപയോഗിക്കാറില്ല, അത് മാറ്റി വെക്കും. ഇങ്ങനെ ഈ 12 പൗഡർ നമ്മൾ മെഷീനിലിട്ട് അതിലൊന്നും വേറൊന്നും ചേർക്കുന്നില്ല, വെള്ളമോ അങ്ങനത്തെ ഒന്നൊരു കാര്യം ചേർക്കാതെ നമ്മൾ ഡ്രൈ ആയിട്ട് മിക്സ് ചെയ്യുന്നു. അതായത് 1.5 മണിക്കൂർ, ഒരു 3/4 മണിക്കൂർ ഫോർവേഡ്, ഒരു 3/4 മണിക്കൂർ റിവേഴ്സ്. 1.5 മണിക്കൂറോളം ഇത് ഈ ഒരു മിക്സിംഗ് ഇവിടെ നടക്കണം. ഇതിന് ശേഷം ഈ ഡ്രൈ ആയി മിക്സ് ചെയ്ത പൗഡർ എടുത്തിട്ട് നമ്മൾ അടുത്ത മെഷീനിലേക്ക്, വെറ്റ് മിക്സിംഗ് എന്ന് പറഞ്ഞാൽ ഈ മെഷീനിലേക്ക് നമ്മൾ മാറ്റിയിടുന്നുണ്ട്. ഈ വെറ്റ് മിക്സിങ്ങിൽ നമ്മൾ വെറും പൗഡറല്ല, അതിൻ്റെ കൂടെ ഒരു ദ്രാവകം ഉപയോഗിക്കുന്നു. ഈ സിലിക്കേറ്റ് എന്ന് പറഞ്ഞൊരു ദ്രാവകം നമ്മൾ ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്നത്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഇത് നല്ല പുട്ടുപൊടിയാക്കി കുഴച്ചെടുക്കും. പുട്ടുപൊടി രൂപത്തിൽ നല്ല കുഴച്ചെടുത്ത് അതിന് പശ പോലെ പറ്റി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദ്രാവകം ഉപയോഗിക്കുന്നത്. ഈ മിക്സിങ്ങിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം ഇവിടെ? ഈ ദ്രാവകം ഒഴിക്കുന്നത് കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അതായത് കൃത്യമായ അളവ്, അതിൻ്റെതായ ഓരോ വെയിറ്റ് ഉണ്ട്. ഇത്ര കിലോ ആണ്, ഇത്ര കിലോ പൗഡറിന് ഇത്ര കിലോ സിലിക്കേറ്റ് ഉപയോഗിക്കണം എന്നൊക്കെ കണക്കുണ്ട്. ആ കണക്കിനനുസരിച്ച് വേണം ഇത് ഉപയോഗിക്കാൻ. ഈ മെഷീന് 3/4 മണിക്കൂർ കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എടുത്തിട്ടും അടുത്ത മെഷീനായ കേക്ക് ഉണ്ടാക്കുന്ന മെഷീനിലേക്ക് നമുക്ക് ഈ പൗഡറിനെ അങ്ങോട്ട് മാറ്റാം. ഇതിനെ കേക്കാക്കി മാറ്റണോ? കേക്കാക്കി മാറ്റണം, എങ്കിൽ മാത്രമേ നമുക്ക് എക്സ്ട്രൂഡറിൽ ഇടാൻ കഴിയുള്ളൂ. അതായത് ഒരു കേക്കിന്റെ ഷേപ്പിൽ റൗണ്ട് ഷേപ്പിൽ വരിക. ഇത് ഹൈഡ്രോളിക് മെഷീനാണ്. അപ്പോൾ ഇതിലേക്ക് നിറച്ചതിന് ശേഷം നമ്മൾ ഹൈഡ്രോളിക് പ്രസ് ഓൺ ആക്കുക. അപ്പോൾ നല്ല പ്രഷറിലുള്ളൊരു കേക്കായിട്ട് മാറും. ഈ കേക്ക് എടുത്ത് അടുത്ത എക്സ്ട്രൂഡറിലേക്ക് മാറ്റേണ്ടതാണ്. ഇതൊരു കേക്ക് രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞു അല്ലേ? ഇതെല്ലാം ഈ ഒറ്റ ഷേപ്പിൽ ചെയ്തെടുക്കണം. ഒറ്റ ഷേപ്പിൽ എങ്കിൽ മാത്രമേ അടുത്ത എക്സ്ട്രൂഡറിലേക്ക് കയറ്റി വെക്കാൻ കഴിയൂ. അതിനിടയിൽ നമ്മൾ വെൽഡിംഗ് റാഡിന് വേണ്ടിയുള്ള കമ്പി കട്ട് ചെയ്യുന്നതും കൂടി കാണാം. ഇത് ഇവിടെ വരുന്നത് പീസ് ആയിട്ടല്ലേ വരുന്നത്? അല്ല, പീസായിട്ടല്ല വരിക, റോളായിട്ടാണ് വരുന്നത് വയർ. ഇതുപോലെ റോളായിട്ടാണ് വരുന്നത്. അതായത് നമ്മൾ 350 mm നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്ന മെഷീനായത്. ഈ മെഷീനിൽ കയറ്റി വെച്ച് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി 350 mm നീളത്തിൽ കട്ട് ചെയ്ത് വരും. ഏകദേശം ഒരു മിനിറ്റിൽ 60ഓളം കമ്പി വരും. ഓരോ സെക്കൻഡിലും ഓരോ കമ്പി വെച്ചിട്ട് അടിച്ച് പുറത്തേക്ക് വരുന്നുണ്ട്. അതിനേക്കാളും കൂടുതൽ വരും, കട്ട് ചെയ്ത് പുറത്തേക്ക് വരും. ഇത് നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന കട്ട് ചെയ്ത് ഫസ്റ്റ് വെക്കണം. കാരണം ഏകദേശം 1 മണിക്കൂറോളം വെച്ച് അതിൻ്റെ ചൂടൊക്കെ തണിഞ്ഞതിന് ശേഷമേ നമുക്ക് വെൽഡിംഗ് റാഡിൻ്റെ അതിലേക്ക് മാറ്റാൻ കഴിയും. ഈ നമ്മൾ ഈ ആക്കി വെച്ച കേക്ക് 4 എണ്ണമാണ് അടുത്ത മെഷീനായ എക്സ്ട്രൂഡറിലേക്ക് കയറ്റി വെക്കുന്നത്. നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഒരേ സമയം 4 കേക്ക് ഉള്ളിലേക്ക് കയറ്റി വെക്കാൻ പറ്റും. ഓക്കെ, ഇതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത വയറെടുത്ത് വയർ ഫീഡറിലേക്ക് ഫില്ല് ചെയ്യുന്നുണ്ട്. ഇതാണ് വയർ ഫീഡർ വരുന്നത് അല്ലേ? അതെ, വയർ ഫീഡർ. ഇത് കൃത്യമായിട്ട് ഇതിലിങ്ങനെ വയർ ഇങ്ങനെ വെച്ചുകൊണ്ടേയിരിക്കണം, തീരുന്തോറും നിറച്ചുകൊണ്ടിരിക്കണം. ഇതൊരു മറ്റൊരു ഭാഗത്തോട് താഴെ കൂടി ഇങ്ങനെ ഇറങ്ങി പോവുകയാണ്. 2 മെഷീൻ തമ്മിൽ ഇവിടെ ജോയിന്റ് ആവുക ശരിക്കും പറഞ്ഞാൽ. ഏത് 2 മെഷീന്? അതായത് ഇപ്പുറത്ത് കേക്ക് നമ്മൾ നിറച്ചതില്ലേ, അത് ഒരു ഭാഗത്തൂടി വരുന്ന, ഒരു ഭാഗത്തൂടെ കമ്പി പോകുന്നു.
അങ്ങനെ ഈ കമ്പിക്ക് ഹൈ പ്രഷറിൽ കോട്ട് ചെയ്യുകയാണ്. കേക്കിന്റെ ഉള്ളിൽ കൂടിയാണ് കമ്പി കയറി പോകുന്നത്. കേക്കിന്റെ നടുക്ക് കൂടി കമ്പി തുരന്ന് അങ്ങോട്ട് പോവുക. അപ്പൊ ചുറ്റും ഒരുപോലെ കോട്ട് ചെയ്തിരിക്കണം. അതായത് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മാറിപ്പോയത് കമ്പി. അങ്ങനെയാണ് ഈ വെൽഡിംഗ് റാഡിന്റെ ഈ കാര്യമായ പ്രോസസ്സ്. അപ്പൊ അത് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ അത് ഫെയിൽ ആയി പോകും. അത് കംപ്ലീറ്റ് നമ്മൾ ഒഴിവാക്കും. ആ സാധനം നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. വെൽഡിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റില്ല. വെൽഡിങ്ങിന് ഉപയോഗിക്കാൻ കഴിയില്ല. ഇങ്ങനെ ഈ പുറത്തേക്ക് വരുന്ന റാഡുകൾ നമ്മൾ ഈ കൺവെയർ ബെൽറ്റിന്റെ മുകളിലേക്കാണ് വന്ന് വീഴുന്നത്. അവിടുന്ന് വളരെ ഫാസ്റ്റ് വേഗതയിലാണ് വന്ന് വീണുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ, വളരെ വേഗത്തിലായിരിക്കും. അവിടുന്ന് ഈ കൺവെയർ ബെൽറ്റ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുക. അതിനിടയിൽ ഓരോ റാഡ് എടുത്തിരിക്കുന്ന ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഈ മൈക്രോസ്കോപ്പിലൂടെ ഇതിൽ കറക്റ്റ് ആണോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അത് ആ ചെക്കിംഗ് ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ നടക്കുന്നുണ്ട്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും, എല്ലാ ഭാഗത്തും കറക്റ്റ് ആണെന്ന് മനസ്സിലാവും. കറക്റ്റ് ആണെന്ന് മനസ്സിലാവും. അതിനുശേഷം ഈ മെഷീൻ്റെ ഉള്ളിലോട്ട് പോയി അവിടെ ബ്രഷ് ചെയ്യുന്നുണ്ട്. രണ്ട് ഭാഗത്തും ബ്രഷിംഗ് മെഷീൻ. അതിൽ നിന്ന് ബ്രഷിംഗ് മെഷീൻ രണ്ടറ്റത്ത് ചെറുതായിട്ട് ബ്രഷ് ചെയ്യും. ഒരു ഭാഗത്ത് കുറച്ച് കൂടുതലും മറ്റേ ഭാഗത്ത് വളരെ ചെറുതായിട്ടും. വെൽഡർമാർ ഹോൾഡറിലേക്ക് ഇട്ട് പിടിക്കുമ്പോൾ അതിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആണ്. ഇതിൽ ഫുള്ളായിട്ടാണ് ഈ ഒരു കോട്ടിംഗ് വരുന്നതല്ലേ? അതെ അതെ. ആ പിടിക്കേണ്ട ഭാഗത്ത് കുറച്ച് ആ ഭാഗം മാത്രം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രഷിംഗ് മെഷീനോട് കയറി. ബ്രഷിംഗ് മെഷീൻ ഒരു ഭാഗത്ത് 1 ഇഞ്ച് 3/4 ഇഞ്ചോളം ഉണ്ടാവും, മറ്റേ ഭാഗത്ത് ചെറുതായി ലൈറ്റായിട്ട് ഒന്ന് ചെയ്യും. അതെന്ന് വെച്ചാൽ വെൽഡിങ്ങിന് പെട്ടെന്ന് കുത്തിയാൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം വീണ്ടും അത് കൺവെയർ ബെൽറ്റ് വഴി കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ അവിടെ പ്രിന്റിംഗ് മെഷീൻ ഉണ്ട്. നമ്മളെ കമ്പനിയുടെ പേര് അതിൽ പ്രിന്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഇത് എടുത്തിട്ട് റാക്കിലേക്ക് നിരത്തി വെക്കുക. ഈ റാക്കിലേക്ക് നിരത്തി വെക്കുക ഇത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട്. ഇന്ന് ഉണ്ടാക്കിയ സാധനം ഇന്ന് ഫുള്ളായിട്ട് സാധാ കാലാവസ്ഥയിൽ തന്നെ ഡ്രൈ ആവണം. അതിനുശേഷം വീണ്ടും നാളെ എടുത്തിട്ട് 1 ദിവസത്തിന് ശേഷം എടുത്തിട്ട് ഓവനിൽ വെച്ചിട്ട് 110 ഡിഗ്രിയോളം ചൂടാക്കും. ചൂടാക്കിയതിന് ശേഷം അതായത് 4 മണിക്കൂർ ചൂടാക്കണം. ഇതിന് ശേഷം നമ്മൾ ഈ ഓവനിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് ഈ പാക്ക് ചെയ്യേണ്ട വർക്കാണ് ചെയ്യുന്നത്. ഇത് ചൂടോടെ തന്നെ പാക്ക് ചെയ്യാണ് ചെയ്യുന്നത്? അല്ല, ഒരു അരമണിക്കൂർ 1 മണിക്കൂറോളം ചൂട് തണിഞ്ഞതിന് ശേഷം നമ്മൾ പാക്ക് ചെയ്യാറ്. 90 പീസാണ് ഒരു പാക്കറ്റിനുള്ളിൽ വരിക. എണ്ണത്തിന്റെ കണക്കാണ്, കിലോ അല്ല? അല്ല, ഏകദേശം 2,450 വരും. 2 കിലോ 450 ഗ്രാം ഉണ്ടാവും. നല്ല വെയിറ്റ് വരും അല്ലേ? നല്ല വെയിറ്റ് ഉണ്ടാവും. അതായത് ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ 8 പാക്കറ്റ് ഉണ്ടാവും. അതായത് 20 കിലോനടുത്ത് വെയിറ്റ് വരും. ഇത് പാക്ക് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ തണുപ്പ് തട്ടാൻ പാടില്ല. പാക്ക് ചെയ്ത പാട് നമ്മൾ ലാമിനേഷൻ കൂടി ചെയ്യും. ഇതിനുള്ളിൽ ഒരു വിധത്തിലും തണുപ്പ് കയറാൻ കഴിയാത്ത രീതിയിൽ ലാമിനേഷൻ കൂടി ചെയ്തിട്ടാണ് നമ്മൾ പാക്ക് ചെയ്ത് പുറത്തേക്ക് എടുക്കുന്നത്. കംപ്ലൈന്റ് ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ? മുന്നോട്ടേക്ക് നമ്മൾ സ്റ്റോർ ചെയ്താലും കംപ്ലൈന്റ് വരാൻ പാടില്ല. നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് 2 ടൈപ്പിലാണ് ഇപ്പോൾ. അതായത് തിക്നെസ് 3.15 2.5. പിന്നെ പുതിയൊരു ഫോർമുലയിലും കൂടി അടിക്കുന്നുണ്ട്. ഹെവി വെൽഡിങ്ങിനെല്ലാം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള റാഡാണ്. ഈ മാസം തന്നെ നമ്മൾ പുറത്തിറക്കുന്നുണ്ട്. അതെങ്ങനെ ഇത് സെയിം സിസ്റ്റം അല്ലേ? അതിന് നമ്മളെ ഫോർമുല മാറും. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഫോർമുലയല്ല, പുതിയ ഫോർമുലയിൽ നമ്മൾ കെമിസ്ട്രീനൊക്കെ വിളിച്ച് പുതിയ ഫോർമുല എടുത്തിട്ടുണ്ട്. ശരി. അതായത് വലിയ ലെവലിലുള്ള വെൽഡിംഗ് ഒക്കെ ചെയ്യാനുള്ള ആ ഒരു സ്ട്രോങ് ആയിരിക്കും, കൂടുതൽ സ്ട്രോങ് ഉള്ളത്. സ്റ്റീൽ ടെക് കമ്പനിയുടെ മാർക്കറ്റിംഗ് വിഭാഗം കൈകാര്യം ചെയ്യുന്ന മെഹറൂഫ്ക്കാണ് ഇപ്പൊ എന്റെ മുന്നിലുള്ളത്. മെഹറൂഫ്, ഈ ഒരു പ്രോഡക്റ്റ് എവിടേക്ക് ഇപ്പൊ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മളിപ്പോൾ കണ്ണൂർ ജില്ലയുടെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അതുപോലെ തന്നെ കാസർഗോഡ്, പിന്നെ മംഗലാപുരം അവിടേക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവിടേക്ക് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതല്ലാതെ ഇപ്പം ഇൻ കേസ് ഈ വീഡിയോ കണ്ട് ഒത്തിരി പേര് ദൂരം നിന്നൊക്കെ വിളിക്കാൻ സാധ്യതയുണ്ട്, കേരളത്തിൽ പല ജില്ലകളിൽ നിന്നും. അങ്ങനെ ഉണ്ടെങ്കിൽ എത്തിക്കാൻ നിങ്ങൾ റെഡിയാണോ? തീർച്ചയായും നമ്മൾ റെഡിയാണ്, കൊടുക്കാൻ റെഡിയാണ്. കേരളത്തിൽ എവിടെയും മാർക്കറ്റ് റെഡിയാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ സ്വന്തം ഒരു ബ്രാൻഡിലാണ്, പവർ ആർക്ക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൽ. ഇതല്ലാതെ വേറെ ആരെങ്കിലും ഒരു ബ്രാൻഡ് ചെയ്ത് കൊടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെയ്ത് കൊടുക്കാൻ റെഡിയാണോ? തീർച്ചയായും നമ്മൾ ചെയ്ത് കൊടുക്കാൻ റെഡിയാണ്. ഇനി എനിക്ക് അറിയേണ്ടത് പ്രൈസ് ആണ്. ഈ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്? നമ്മളിത് ഹോൾസെയിൽ റേറ്റ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ റോ മെറ്റീരിയൽസിന്റെ വില വേരിയേഷൻ വരുന്ന അനുസരിച്ച് നമ്മളിതിന്റെ പ്രൈസ് ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. അത് നമ്മൾ കസ്റ്റമേഴ്സിനോട് വിളിക്കുന്ന സമയത്ത് പറഞ്ഞു. അത് ഓരോ ടൈമിന് റോ മെറ്റീരിയൽസിന്റെ വ്യത്യാസം വരുന്നതിനനുസരിച്ചാണ് അതിന്റെ കോസ്റ്റ് പറയുന്നത് അല്ലേ? തീർച്ചയായും. അതുപോലെ തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഈ പ്രോഡക്റ്റിനേക്കാളും കുറച്ചിട്ടാണ് നമ്മൾ പ്രോഡക്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വില കുറവുണ്ട്. തീർച്ചയായും നല്ല പ്രൈസ്. ക്വാളിറ്റിയോ? ക്വാളിറ്റി നല്ല ഫോർമുല വെച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കസ്റ്റമേഴ്സൊക്കെ നല്ല ഹാപ്പിയാണ്. എത്രയാണ് സ്റ്റീൽ ടെക് കമ്പനിയുടെ അതേപോലെ തന്നെ ഈ ഒരു ബ്രാൻഡ് നെയിം ആയിട്ടുള്ള പവർ ആർക്കിന്റെ വിശേഷങ്ങൾ. എങ്ങനെയൊരു കാഴ്ച, ഞാൻ ആദ്യം പറഞ്ഞ പോലെ നല്ല ഭംഗിയുള്ളൊരു കാഴ്ച അല്ലേ? ആ ഒരു വയറിന്റെ മുകളിലുള്ള ആ ഒരു കോട്ടിങ്, പല പൗഡറുകൾ ചേർത്തുള്ള കോട്ടിങ് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ രീതിയിൽ ലിജേഷ് ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ പുറത്തുനിന്ന്, അത് മറ്റുള്ള സ്റ്റേറ്റിൽ നിന്നാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ കൈകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നല്ല രീതിയിൽ നമ്മളെ കേരളത്തിൽ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി എടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ പ്രോഡക്റ്റിനെ നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് ഈ ഒരു പ്രോഡക്റ്റിനെ ഉപയോഗിക്കാം. പുതിയ ഓരോ കാര്യങ്ങളും കൂടി കണ്ടെത്തിക്കൊണ്ടാണ് സ്റ്റീൽ ടെക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ. ഞാൻ എന്നും കൊടുക്കുന്ന പോലെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് വിളിക്കാൻ നിങ്ങൾക്ക് സംസാരിക്കാം. ഈ ഒരു വീഡിയോ വെച്ച് നിർത്താണ്. അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.